രാജിവെച്ച ശേഷം ധർമ്മേന്ദ്ര പ്രധാൻ ആദ്യമായി പാർലമെന്റിൽ എത്തിയത് ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ ചേരിതിരിഞ്ഞുള്ള മുദ്രാവാക്യം വിളിക്കിടെ. ഭരണപക്ഷ അംഗങ്ങൾ കവാടത്തിൽ പ്രധാന അഭിവാദ്യം അർപ്പിച്ചു. എന്നാൽ പ്രതിപക്ഷം ഗോ ബാക്ക് പ്രധാൻ എന്ന മുദ്രാവാക്യം മുഴക്കി. മാധ്യമങ്ങളോട് ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചില്ല. രാകേഷ് ശരിയാണ് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, എന്തായാലും ഈ അതൃപ്തി പരിഹരിക്കാനൊക്കെ വലിയ നീക്കം ഇന്നലെ അമിത്ഷായുടെ നേതൃത്വത്തിലൊക്കെ ഇടപെട്ട് നടത്തുന്നുണ്ടായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാനെ പോയി കാണുന്നുണ്ടായിരുന്നു. ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റിൽ എത്തുന്നു. ആ രാജിയിലെ വാക്കുകൾ തന്നെ എടുത്താൽ അതിൽ തന്നെ പറയുന്നത് ദേശവിരുദ്ധ ശക്തികളുടെ ഒരു നീക്കം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ രാജിവെക്കുന്നു എന്ന് മാത്രമാണ്. കാരണം ഈ വിഷയത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ആ രീതിയിൽ ഏറ്റെടുക്കുകയായിരുന്നില്ല ധർമ്മേന്ദ്ര പ്രധാൻ. എന്തായാലും ആ രീതിയിൽ തന്നെ പ്രതിപക്ഷം പാർലമെന്റിലും തുടരുന്നു. അത് രുചീഷ്, പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച ശേഷമാണ് ഇപ്പോൾ രാജി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇന്ന് പ്രധാന്റെ രാജിക്ക് ശേഷമുള്ള പാർലമെന്റ് സമ്മേളിക്കുന്ന ആദ്യ ദിനമാണ്. 10:45 കൂടിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റിലെത്തിയത്. ഈ സമയം പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം തുടരുകയായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധമെങ്കിൽ ഇപ്പോൾ ഏതായാലും ഡൽഹി പോലീസിന്റെ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള അതിക്രമം, ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണം, ആഭ്യന്തരമന്ത്രി നിലപാട് വ്യക്തമാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ. ഒപ്പം തന്നെ ആ പ്ലക്കാർഡുകൾ നോക്കിയാൽ കാണാം വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. വോട്ട് കൊള്ള, ഒപ്പം തന്നെ സംഭാവന കൊള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ട് അക്കാര്യങ്ങൾ കൂടി പരാമർശിച്ചുകൊണ്ടാണ് ബാനർ. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ അവിടെ വന്നിറങ്ങിയത്. ഏതായാലും NDAയുടെ അംഗങ്ങൾ അദ്ദേഹത്തെ കാറിൽ നിന്ന് സ്വീകരിക്കുകയും തുടർന്ന് ധർമ്മേന്ദ്ര പ്രധാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കുകയും ചെയ്താണ് അദ്ദേഹം പാർലമെന്റിലേക്ക് കയറിപ്പോയത്. എന്നാൽ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം ആരായാൻ ശ്രമിക്കുന്നത് കാണാം. പക്ഷേ പ്രധാൻ കൈകൂപ്പിയതല്ലാതെ കൂടുതൽ പ്രതികരണത്തിനൊന്നും തന്നെ തയ്യാറാവുകയും ചെയ്തിട്ടില്ല. ഏതായാലും പാർലമെന്റിനകത്ത് വലിയ തോതിലുള്ള പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. ഇന്നലെ അമിത്ഷായ്ക്ക് കത്തയക്കുന്നതാണ് രാഹുൽ ഗാന്ധി, അത്തരത്തിൽ കത്തയക്കുന്നതാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ നിലപാട് കുറച്ചുകൂടി മൂർച്ച കൂട്ടുന്നതൊക്കെ തന്നെ ഇന്ന് കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടേതായി പുറത്തു വന്നിരിക്കുന്ന ട്വീറ്റിൽ ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്ന നിലപാടാണ് എല്ലായിടത്തും സർക്കാർ സ്വീകരിക്കുന്നത്. അത്തരം സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന കാര്യം പറഞ്ഞു വെക്കുന്നു. സർക്കാർ സംവിധാനം മുഴുവൻ വിദ്യാർത്ഥികൾക്കെതിരെ തിരിയുകയാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ പെല്ലറ്റാണ് ഉപയോഗിച്ചതെങ്കിൽ ബീഹാറിൽ AK-47 തോക്ക് ഉപയോഗിച്ചു എന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും, അത് UP ആയിക്കോട്ടെ, പശ്ചിമ ബംഗാൾ ആയിക്കോട്ടെ, ഡൽഹി ആകട്ടെ, ബീഹാർ ആയിക്കോട്ടെ, എല്ലായിടത്തും ഒരേ സമീപനം സ്വീകരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. സർക്കാരിന് ഒരു തരത്തിലും വിദ്യാർത്ഥികളോട് ആത്മാർത്ഥതയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും 12 മണിക്ക് സഭ സമ്മേളിക്കുമ്പോൾ പോലും ഇത്തരത്തിൽ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് തുടരാൻ തന്നെയാണ് സാധ്യത. രുചീഷ്. ശരി രാകേഷ്, ഏതായാലും വലിയ പ്രതിഷേധമാണ് പാർലമെന്റിൽ ഉണ്ടായത്. പ്രധാൻ വന്നപ്പോഴും ഈ പ്രതിഷേധമാണ് ഈ രീതിയിൽ തുടരുന്നത്. എന്തായാലും 12 മണി വരെ സഭ, 2 സഭകളും നിർത്തിവെച്ചിരിക്കുകയാണ്. 2 സഭകളിലും സമാനമായ പ്രതിഷേധം തുടരുകയും ചെയ്യും. 12 മണിക്ക് സഭ സമ്മേളിക്കുമ്പോഴും ഇതേ പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയണം എന്നാവശ്യപ്പെട്ട് അവിടെ ലോക്സഭയിൽ പ്രതിഷേധം ഉണ്ട്. അതോടൊപ്പം രാജ്യസഭയിലും ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം തുടരുകയും ചെയ്യും.